ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, അങ്ങനെ മലേഷ്യ കോലാലംപൂർ വന്നിട്ട് ഇന്ന് എൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ ദിവസമായിട്ട് ഞാൻ ഇതുവരെ ഈ 51ാമത്തെ നിലയിലുള്ള ഈ ഒരു സ്വിമ്മിംഗ് പൂളിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ആക്ച്വലി ഇറങ്ങാൻ വേണ്ടി റെഡിയായി വന്നു. പക്ഷേ വന്നപ്പോഴത്തേക്ക് ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ കാറ്റും മഴയുള്ള ടൈമിൽ ഇവരിവിടെ ഇറക്കിപ്പിക്കില്ല. കാരണം ഈ കാറ്റ് കൊണ്ടിട്ട് ഈ വെള്ളമൊക്കെ ഇങ്ങനെ പറന്ന് ഇങ്ങനെ കാറ്റടിച്ച് പറന്ന് ഇങ്ങനെ കയറും, ഫ്ലോറിലേക്കൊക്കെ കയറും. പിന്നെ ഇടിവെട്ട്, നല്ല രീതിയിൽ ഇടിവെട്ടും മിന്നലൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ ഇതുപോലെ ഗസ്റ്റിനൊന്നും സംഭവിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരപ്പം തന്നെ ക്ലോസ് ചെയ്യും. അപ്പോൾ ഞാൻ കറക്റ്റ് നല്ല മഴയുള്ള ടൈമിൽ വന്നപ്പോഴത്തേക്ക് ക്ലോസ് ആയി. അപ്പോൾ പിന്നെ ഞാൻ താഴത്ത് പോയിട്ട് കുളിച്ചിട്ട് റെഡി ആയിട്ടാണ് ഞാൻ പുറത്തേക്ക് പോയത്. അപ്പോൾ ഞാൻ പോണതിന് മുമ്പ്, നാളെ ഞാൻ റിട്ടേൺ പോകും. പോണതിന് മുമ്പ് പൂളിൽ നിന്ന് ഇറങ്ങണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് പൂളിൽ ഇറങ്ങി ഗൈസ്. കൊള്ളാം. അതായത് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ട്വിൻ ടവർ കണ്ടുകൊണ്ട് ഈ പൂളിൽ ഇറങ്ങി കുളിക്കുന്നത് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആ ആഗ്രഹം സാധിച്ചത് കൊള്ളാം, നൈസാണ് കേട്ടോ. ഞാനിപ്പോൾ മൊബൈലിൽ ഇന്നലെ ഞാൻ ഒരു പുതിയ ട്രൈപോഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ. ആ ട്രൈപോഡ് ഉള്ളതുകൊണ്ടിട്ട് കറക്റ്റ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റി. അല്ലെങ്കിൽ ഒറ്റക്ക് ഞാൻ ആദ്യമേ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒറ്റക്ക് കാരണം എനിക്ക് പൂളിൽ ഇറങ്ങിയിട്ടുള്ള ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല, ആരും ഹെൽപ്പിനില്ലല്ലോ എന്നുള്ള. പക്ഷേ ട്രൈപോഡ് ഉള്ളതുകൊണ്ടിട്ട് ഹെൽപ്പിന് പറ്റി. കറക്റ്റ് പൂളിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഈ പൂളിൻ്റെ ഒരു കോർണർ ഭാഗത്തേക്ക് നമുക്ക് പോവാം. ആ കോർണറുണ്ട്, ആ കോർണർ ഭാഗത്തേക്ക് നമുക്ക് പോവാം. ഞാൻ ഇവിടെ നിന്നിങ്ങനെ നോക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് ട്രൈപോഡ് എടുത്തിട്ട് കോർണർ ഭാഗത്തേക്ക് പോകാറുണ്ട്. കാരണം അവിടെ നൈറ്റ് വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ വന്നപ്പോൾ ആ ലൈറ്റ് കിട്ടിയത് കഴിക്കാം. മോനെ പൊളി. ഇവിടെ വന്നപ്പോഴാണ് പ്രോപ്പർ ലൈറ്റ് കിട്ടിയത് മൊബൈലിലേക്ക്. അവിടെ ആയിട്ട് ഡാർക്ക് അടിച്ചിരിക്കും. അടിപൊളിയല്ലേ? നോക്കിയാൽ ഇവിടുത്തെ വ്യൂ ഉണ്ടല്ലേ. വലിയ പൂളാണ് കേട്ടോ. ഇതുണ്ടല്ലേ, ഇത് അറ്റം വരെ കിടക്കണം. വലിയ പൂളാണ്. നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പൂള് തന്നെയാണ്. അത്ര വലിപ്പമുണ്ട് പൂള്. പിന്നെ വെള്ളമൊക്കെ നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് അതിൻ്റെ ഫിൽറ്ററിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നൈസ്, അടിപൊളി. ഞാൻ നമ്മുടെ ഓരോ ആഗ്രഹങ്ങളാണല്ലോ. ഞാൻ ഈ ആഗ്രഹത്തിൽ എനിക്ക് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഈ പൂളിൻ്റെ ഈ 51ാമത്തെ നിലയിൽ നിന്നിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ട്വിൻ ടവറിൽ കണ്ടുകൊണ്ട് ഈ പൂളിൽ ഇറങ്ങാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. അടുത്തൊന്നും പറ്റുമെന്ന് വിചാരിച്ചല്ല, പക്ഷേ അതും സാധിച്ചു. അടിപൊളി, ഐ എം ഹാപ്പി. അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ, അപ്പുറത്തെ ബിൽഡിങ്ങിലൊക്കെ പൂളുണ്ട്. ചെറിയ പൂളാണ്. ഇവിടുന്ന് നല്ല വ്യൂ ഉണ്ട്. പക്ഷെ നല്ല വെയിലുണ്ട്. കാരണം ഇതൊരു 12:30 ടൈമാണ്. പിന്നെ എന്താ പറയുക, കുളിച്ച് ഫ്രഷായതിന് ശേഷം എന്താണ് അടുത്ത പ്ലാൻ എന്നുള്ളത് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. അങ്ങോട്ട് പോകണമെന്നുള്ള പ്ലാൻ ചെയ്തിട്ടില്ല. കുറച്ച് ഷോപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് സെർച്ച് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട് ഞാൻ. പിന്നെ ഇവിടെ ഈ കിഡ്സിനൊക്കെ ഇറങ്ങാനുള്ള ഒരു സെക്ഷൻ ഉണ്ട്, അതിനെ കാണിച്ചത്. ഇതിൻ്റെ ഉള്ളിലെ കിഡ്സിനൊക്കെ ഇറങ്ങാൻ പറ്റിയൊരു സെക്ഷനാണത്. അത് ഞാൻ കയറുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെ ആ ഒരു കോർണറിലും ഉണ്ട്. ആ ഒരു കോർണറിലും കിഡ്സിനൊക്കെ ഇറങ്ങാൻ പറ്റിയ ഒരു സെക്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഇറങ്ങണമെങ്കിൽ നമ്മളൊരു മുട്ട് വരെയൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മുട്ട് വരെ ഉണ്ടാവുള്ളൂ. ചെറിയ കുട്ടികൾക്ക് ഇറങ്ങാൻ പറ്റിയ സെറ്റപ്പ്. ഓക്കെ, ഇനി ഞാൻ കുറച്ച് റീൽസിൻ്റെ ക്ലിപ്പിങ്സ് എടുക്കട്ടെ. എന്നിട്ട് വേണം ഒരു മുൻകുളിയും ഒരു സ്വിമ്മിങ് ഒക്കെ നടത്താൻ. ഗൈസ്, അങ്ങനെ കുറച്ച് പിക്സും അതേപോലെ തന്നെ റീൽസും എല്ലാം എടുത്ത് കഴിഞ്ഞു. ഇനി വേണം പതുക്കെ ഒന്ന് സ്വിം ചെയ്യാൻ.
കുറച്ച് പിക്സും റീൽസ് എടുക്കാൻ വേണ്ടി സ്പെക്സ് വെച്ചാണ് നൈസായിട്ട് സ്പെക്സൊക്കെ കൊണ്ട് വെച്ചിട്ട് അർമാദിക്കട്ടെ. അടിപൊളി ഗൈസ്, ഒരു രക്ഷയില്ല. കിട്ടില്ലേ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പൂളെന്ന് തന്നെ പറയാൻ പറ്റും. അയ്യോ, ഫാമിലിയൊക്കെ എന്ന് പറഞ്ഞാൽ അവർ പൊളിച്ചാണ്. സുനുവും സൈക്കും ഒക്കെ കാണുന്നത്. ഗൈസ് അങ്ങനെ കുറച്ചധികം നേരം കുളിച്ചു, അതായത് ഒരു 1.5 hour വെള്ളത്തിൽ തന്നെ ആയിരുന്നു. ആക്ച്വലി മതിയായി. ഇനി ഞാൻ പറഞ്ഞില്ല, ഇന്ന് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. നോക്കാം ഇന്നെന്താ പ്ലാൻ എന്നുള്ളത്. ഞാനൊന്ന് സെർച്ച് ചെയ്തിട്ട് നോക്കട്ടെ. എനിക്ക് കുറച്ച് ഷോപ്പ് ചെയ്യണം. അപ്പോൾ കുറച്ച് ഫാഷൻ ബേസ് ആയിട്ടുള്ള ഏതൊക്കെ മോളാണെന്ന് സെർച്ച് നോക്കാറുണ്ട്. അവിടെ നിന്ന് പോകണം. എന്തൊക്കെ ഇന്ന് പ്ലാൻ എന്നുള്ളത് ബാക്കി ഞാൻ പറയാം. അടിപൊളി ഗൈസ്, ഒരു 1.5 മണിക്കൂർ തകർത്തടുക്കി. അയ്യോ, ഇനി താഴെ പോയിട്ടൊന്ന് കുളിച്ചിട്ട് വേണം, ഫ്രഷായിട്ട് വേണം അടുത്ത പ്ലാൻ ചെയ്യാൻ. ഇനി എന്തൊക്കെ പ്ലാൻ എന്നുള്ളത് എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, ഞാൻ പറഞ്ഞായിരുന്നില്ലേ കിഡ്സിൻ്റെ സെക്ഷൻ ലാസ്റ്റ് കാണിച്ചു തരാമെന്ന്. ഇത് കണ്ടില്ലേ, ഇതാണ് ഇവിടെ കിഡ്സിനൊക്കെ ഇറങ്ങാൻ പറ്റിയ സെക്ഷൻ. കണ്ടോ, ഇവിടെ നിന്നും നല്ല വ്യൂ ഒക്കെ കിട്ടും കേട്ടോ. പിള്ളേർക്ക് ഇവിടെ നിന്നിട്ട് അടിപൊളിയായിട്ട് കളിക്കാം. അധികം ആഴമില്ല. ഇതുണ്ട്, ഞാൻ ജസ്റ്റ് ഇറങ്ങി കാണിച്ചു തരാം. ഇത്രേ ഉള്ളൂ, നമ്മുടെ മുട്ട് വരെ ഉള്ളൂ. അവിടെ മുട്ട് വരെ ആയുള്ളൂ. നൈസായിരിക്കും. ഇവിടെ ആയിട്ടും ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര സേഫാണ്. കിഡ്സിനൊക്കെ അടിപൊളിയായോ. ഇതേപോലെ തന്നെ സെയിം ആ ഒരു കോർണറിലും ഉണ്ട് കേട്ടോ. ഈ പൂളിൻ്റെ ഏറ്റവും അറ്റത്തെ കോർണറിലും സെയിം ഉണ്ട്. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ അത് ഞാൻ ഫസ്റ്റ് ഡേ ഞാൻ കാണിച്ചതുണ്ടായിരുന്നല്ലോ. ഇവിടുന്ന് വെറുതെ കിട്ടിലും വ്യൂ ആണ് അങ്ങോട്ട്. ഇവിടെ കുറേ ലോബി പോലെ കുറേ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. സെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നൈസാണ്. ഇവിടുന്ന് നല്ല കിട്ടിലും വ്യൂ ഉണ്ട്. തന്നെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് കോലാലംപൂർ ഈട്ടൺ റെസിഡൻസിയിലുള്ള പൂൾ വിശേഷങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ പോയി ഫ്രഷ് ആകട്ടെ, ബാക്കിയെല്ലാം അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ് എങ്ങനെ കുളിച്ച് ഫ്രഷായി റെഡിയായൊക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഇന്ന് എന്താ പ്ലാൻ എന്നുള്ള ഒരു ഐഡിയ കിട്ടില്ല, എന്ത് ചെയ്യണമെന്നുള്ളൊരു ഐഡിയ കിട്ടില്ല എന്നുള്ളത്. പ്ലാൻ ചെയ്യണമെന്നും പറഞ്ഞില്ലേ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഇതേ ഇങ്ങോട്ട് വരാം. യെസ് ഗൈസ്, പെട്രോലാസ് ട്വിൻ ടവറിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ആക്ച്വലി ഞാൻ അവിടെ ആയിട്ട് ഈ എന്താ പറയുക, ഈ കുളിക്കുമ്പോഴും ഈ ഉറങ്ങുമ്പോഴൊക്കെ ഈ സാധനം തന്നെയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നോ എന്നുള്ള മൈൻഡ് എനിക്ക് ആക്ച്വലി ഉണ്ടായിരുന്നില്ല. ഞാനപ്പോൾ ഇങ്ങനെ അവിടെ പോകണില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സോനു വിളിച്ച് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ അങ്ങോട്ട് പോകാത്ത, അവിടെ പോകണ്ട, ഇവിടം വരെ വന്നിട്ട് അവിടെ പോകാത്ത എന്താ, അവിടെ പോയിട്ട് റീൽസ് എടുക്കുക അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ അവളുടെ നിർബന്ധപ്രകാരം അവളുടെ സന്തോഷത്തിന് വേണ്ടി ഇതെങ്ങനെ വന്ന് എടുത്തു. പിന്നെ നിങ്ങളെ കാണിക്കാമല്ലോ, ആ ഒരു ഇതിൽ വന്നാണ് ഒരു റീൽസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു ഡേ നൈറ്റ് ഒരു കോമിക്കായിട്ട് കാണാത്തവർ ഷോർട്സിൽ തന്നെ ഉണ്ട്, ഷോർട്സിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്, പോയി കാണുക. അപ്പോൾ ഇങ്ങനെ കോലാലംപൂർ വന്നിട്ട് ഇത് കാണാണ്ട് പോയി എന്നുള്ളൊരു പരാതി ആർക്കും വേണ്ട. ഓക്കെ, കൊള്ളാട്ടോ, നൈസാണ്. ഇവിടെ നിന്ന് കാണാൻ ഭയങ്കര രസമാണ്, നല്ല വ്യൂ ആണ്. ഞാൻ ഒന്ന് ബാക്ക് ക്യാമിൽ സൂം ചെയ്ത് കാണിച്ചു തരാം.
അടിപൊളി ഗൈസ്, കിടലം, ഒരു രക്ഷയില്ല. ഞാൻ ഇവിടുന്ന് ക്ലോസിൽ കാണിച്ചു തരാം, കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. അടിപൊളി. ആളുകൾക്ക് വന്നിട്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുള്ള തലക്കിടിയാണ് ഗൈസ്. നൈസ്, സൂപ്പർ. പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് കയറാം. അതിന് ഓരോരോ ടൈമിംഗ് ഉണ്ട്. പക്ഷെ എനിക്ക് അങ്ങോട്ടൊന്നും കയറാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഞാനപ്പോൾ അതുകൊണ്ടിട്ട് ഇവിടെ നിന്ന് അടുത്ത ലൊക്കേഷൻ പിടിക്കണം. ഇനി വേറെന്താ പ്ലാൻ എന്നുള്ളത് ഞാൻ പതുക്കെ അറിയിക്കാം. നോക്കിയേ, അവിടെ ഫുള്ള് ഫോട്ടോ എടുക്കുന്നതിൻ്റെ ബഹളമാണ്. പിന്നെ ഇവിടെ നമ്മൾ ഈ ഒറ്റക്ക് വന്നാണെങ്കിൽ ഞാൻ ആക്ച്വലി ട്രൈപോഡ് വാങ്ങിച്ചിട്ടുള്ളത് കൊണ്ടിട്ട് ട്രൈപോഡ് ഇട്ടിട്ടാണ് ഞാൻ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തത്. പിന്നെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ, അവരും ഇതുപോലെ ഫോട്ടോ എടുത്താനെന്ന് പറഞ്ഞ് ഹെൽപ്പൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഇവിടെ ഇതുണ്ടല്ലേ ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലുള്ള ആളുകളുണ്ട്. അവർ ഐഫോണൊക്കെ ആയിട്ട്, ഐഫോണും കിംബലും ട്രൈപോഡൊക്കെ ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അവർ നമുക്ക് ഫോട്ടോ എടുത്ത് തരും. അങ്ങനെ അവർ ഫോട്ടോ എടുത്ത് തന്നെ ഒരു പിക്കിന് 10 റിംഗറ്റ് നമ്മൾ കൊടുക്കണം. നൈസായിട്ട് അവർക്ക് അറിയാം അതിൻ്റെ ഒരു ആംഗിൾ. അവർ നൈസായിട്ട് ഫോട്ടോ എടുക്കും, സൂപ്പറായിട്ട് ഫോട്ടോ എടുത്ത് തരും ഗൈസ്. ട്വിൻ ടവറിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു മാളുണ്ട്, സുരിയ KLCC. അപ്പോൾ അവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അവിടെ റോളക്സിൻ്റെ ഒക്കെ ഷോറൂമൊക്കെ കാണുന്നുണ്ട്. നോക്കാം ആ മാളിൽ എന്തൊക്കെ സംഭവങ്ങളെന്ന്. അത്യാവശ്യം നല്ല തിരക്കുള്ള മാളാണ് കേട്ടോ. ബലൻസിക ഒട്ടുമിക്ക പ്രീമിയം ബ്രാൻഡുകളെല്ലാം ഉള്ളൊരു മാളാണ്. ഈ ഒരു കൗണ്ടറിൽ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ കറുമുറ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഭാഷ പറയണമെങ്കിൽ കറുമുറ് ഐറ്റംസ് എന്ന് പറയും. ഹോം മെയ്ഡ് ഐറ്റംസ് ഒക്കെ കുറേ ഉണ്ട്, ഈ അച്ചാർ പോലത്തെ സംഭവങ്ങൾ. നൈസ്. എന്തൊക്കെയോ, അതായത് നമ്മുടെ അവിടെ കാണാത്ത ടൈപ്പ് ഐറ്റംസ് കുറച്ചുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. അത് ടേസ്റ്റ് ആയിക്കോ തോന്നുന്നു, കാണുമ്പോൾ തന്നെ ഒരു നല്ല ടേസ്റ്റ് ഫീൽ ഉണ്ട്. പിന്നെ ഞാനും വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഈ ഒറ്റക്ക് ഇത് കഴിച്ച് തീർക്കേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാനും പാർസൽ എടുക്കേണ്ടി വരും. അങ്ങനെ കൊള്ളാം. നൈസ്.
സാറയിൽ നല്ല അടിപൊളി ടോപ്പ് കിടക്കണം, നൈസ്, നല്ല മെറ്റീരിയൽ. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ, 290 റിംഗറ്റ്. നൈസ് ബാഗ്, ഇത് കൊള്ളാം, അടിപൊളി ബാഗ്. ഞാൻ ഇന്നലെ ഓൾറെഡി ഒരു ബാഗ് വാങ്ങിച്ചോളൂ, അല്ലേ എൻ്റെ ബാഗിൽ കിടക്കുന്ന സാറുടെ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. സോനുവിനൊരു ബാഗ് നോക്കണം, സോനുവിനൊരു ബാഗ് നോക്കണമെന്നുണ്ട്, നോക്കട്ടെ എന്തായാലും. ഒരു കളർ ചേഞ്ചും കാണാനുണ്ട്, വേറെയും കളക്ഷൻ ഉണ്ടാകുന്ന നോക്കണം, എന്നിട്ട് മൊത്തത്തിൽ ലാസ്റ്റ് സെലക്ട് ചെയ്യാം. ഈ ഒരു ബാഗും കൊള്ളാം, നൈസായിട്ട്, അത്യാവശ്യം കപ്പാസിറ്റിയും ഉണ്ട്. 290, അതായത് നമ്മുടെ നാട്ടിലൊരു $4000 വില വരും അതിന്. ഇതും കൊള്ളാം. എവിടെയും കുറച്ച് നല്ല നല്ല പെർഫ്യൂംസ് ഉണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ ഒരു പെർഫ്യൂം എനിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, എന്നൊരു പെർഫ്യൂം സുവാനൊക്കെ വാങ്ങിക്കണം, സോനുവിനും വാങ്ങിക്കണം എന്ന്. ഒരു പെർഫ്യൂം ഇതെടുക്കാമെന്ന് വിചാരിച്ചു, കൊള്ളാം, നല്ല സ്മെല്ല്. ഗൈസ്, അങ്ങനെ സുവാനൊക്കെ നല്ലൊരു ബാഗും കിടലും പെർഫ്യൂമും വാങ്ങിച്ചു. ഓക്കെ, ഇനി അടുത്ത എന്താണെന്ന് നോക്കാം. സുഹാനൊക്കെ വാങ്ങിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും വിചാരിക്കണ്ട അപ്പോൾ ആൾക്കാർക്കൊന്നും വാങ്ങിച്ചില്ല എന്നുള്ളത്. അവർക്ക് ഓൾറെഡി ഇന്നലെ കോസ്റ്റ്യൂംസ് കുറേ വെറൈറ്റി ആ മറ്റേ ബ്രാൻഡ് ഔട്ട്ലെറ്റിൽ നിന്ന് ഒരുപാട് കോസ്റ്റ്യൂംസ് കിട്ടി. പക്ഷേ സോനുവിൻ്റെ ഫിറ്റിങ്സിൽ കോസ്റ്റ്യൂംസ് ഒന്നും അങ്ങനെ അധികം കിട്ടിയില്ല. മഷൂനും സുനുവിനും ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സാറ ബ്രാൻഡിൽ കയറിയിട്ട് ഷോറൂമിൽ കയറിയിട്ട് ഒരു കിടലൻ ബാഗും നല്ലൊരു പെർഫ്യൂം എടുക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു പെർഫ്യൂം എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ കയറിയത്. കൊള്ളാം, നല്ലൊരു ബാഗും നല്ല പെർഫ്യൂമാണ് കിട്ടിയത്. ഓക്കെ, ഇവിടെ എന്താ അടുത്തത്? കോൺസെപ്റ്റ് സ്റ്റോർ. ഇവിടെ എന്താ സംഭവം നോക്കാം.
അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു ഫേമസ് ടീമുണ്ട് ഈ നസി കണ്ട മിക്കയിടത്തും ഇവരുടെ ഫുഡ് ഐറ്റംസ് കാണാം. നല്ല ഫിഷൊക്കെ നല്ല പൊരിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം കഴിച്ചു നോക്കിയിരുന്നു. നല്ല ഉണക്കമീൻ പൊരിച്ചതും വരട്ടിയതും ഒക്കെ ഉണ്ട്. ശൽക്കര പഫ് വിത്തേക്ക് ഓണിയൻ റിങ്, ചിക്കൻ നഗറ്റ്, ക്രാബ് ഡംപ്ലിങ്, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഫ്രൈഡ് ചിക്കൻ പപ്കോൺ, വെഡ്ജസ്, ടീ വെഡ്ജസ്, ഫുൾ ചിക്കനൊക്കെ നല്ല ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് കൊതിയായിട്ട് വിശപ്പ് സഹിക്കാൻ പറ്റാതെ ഞാനൊരു ബിരിയാണി എടുത്തു. ഒരു ബിരിയാണി നല്ല ടേസ്റ്റാണ്. ഒരു ബീഫ് ബിരിയാണി പറഞ്ഞു. പക്ഷെ ബീഫ് ബിരിയാണിയുടെ ലാസ്റ്റാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ അതൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം എന്തായിരുന്നു. ഓക്കെ, ഇനി മേളിൽ ഫുഡ് കോർട്ടിൽ ചെല്ലണം ഇതിരുന്ന് കഴിക്കണമെങ്കിൽ. ഗൈസ് അങ്ങനെ മേളിൽ ആ ഫുഡ് കോർട്ട് ഏരിയയിൽ പോയിട്ട്, അതായത് സെക്കൻഡ് ഫ്ലോർ, അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു. പാർസലെടുത്ത ഫുഡൊക്കെ കഴിച്ചു. വയറൊക്കെ നിറഞ്ഞ് സമാധാനമായി. അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴല്ലേ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ നേരത്തെ അപ്പുറത്ത് കൂടെ കയറിയ ആ മാളില്ലേ, ആ മാള് ട്വിൻ ടവറിൻ്റെ ഒരു ഏരിയ ആണ്. നമ്മളവിടെ നിന്ന് ഇപ്പോൾ ഞാൻ ഇതുവഴി ഇറങ്ങി വന്നത് ട്വിൻ ടവറിൻ്റെ ഉള്ളിൽ കൂടെയാണ്. അതായത് ഞാൻ കാണിച്ചു തരാം. ഞാൻ മേളിലേക്ക് ഞാൻ പുറത്തേക്ക് ഇറങ്ങി മേളിലേക്ക് കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, ഇതുവഴിയാണ് ഞാൻ ആ മാളിൽ കയറിയിട്ട് ഇറങ്ങിയത്. ഇത് ഇറങ്ങുമ്പോഴാണ് കാര്യം മനസ്സിലായി. ട്വിൻ ടവറാണ് ഇത്. ഇവിടെ നിന്ന് ഇങ്ങനെ മേള് കാണാൻ പറ്റില്ല. ഇത് അപ്പുറത്തെ ട്വിൻ ടവർ കാണാം. ഇതണ്ട ഞാൻ ഫോട്ടോ എടുത്ത ഓപ്പോസിറ്റ് സൈഡ്. ഇനി ഞാൻ നിൽക്കല്ല, അവിടെ നിന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടിയിട്ട് ഇവിടെ നിന്നാ മേള് കാണാൻ പറ്റില്ല. അതായത് ട്വിൻ ടവറിൻ്റെ ബേസ്മെൻറ്റിൽ സെൻറ്ററിൽ കൂടെയാണ് ഇപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഓക്കെ, കണ്ടില്ലേ, അടിപൊളി. അങ്ങനെ ട്വിൻ ടവറിൽ കയറിയിട്ട് സോനുവിനെ പർച്ചേസ് ചെയ്യുമെന്ന് പറയാലോ അല്ലേ ഗൈസ്. അങ്ങനെ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണതാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ എന്ന് പറയാൻ പറ്റി. ഇനി ഞാൻ ചിലപ്പോൾ മലേഷ്യ വീഡിയോ ചെയ്യില്ല. ഇനി നമുക്ക് അടുത്ത ഏതെങ്കിലും കൺട്രിയിൽ ഇതുപോലെ കറങ്ങിയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം. അതിന് മുമ്പ് എന്തെങ്കിലും ഫാമിലി വ്ളോഗ്, വീട്ടിലെ വ്ളോഗിലൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് അപ്ലോഡ് ചെയ്യും.
ഇൻഷാ അല്ലാ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.